സംസ്ഥാന സ്കൂൾ കലോത്സവം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞിട്ടും കോൽക്കളിയിൽ ഫലം പൂർണ്ണമായും പ്രഖ്യാപിച്ചിട്ടില്ലെന്ന് പരാതി. കോട്ടയം തെള്ളകം ഹോളി ക്രോസ് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് പരാതിയുമായി രംഗത്തെത്തിയത്. രാവും പകലും നോക്കാതെ കഠിന പരിശീലനം നടത്തിയാണ് ഈ വിദ്യാർത്ഥികൾ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മാറ്റുരച്ചത്. മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചിട്ടും ഫലമറിയാൻ ഇതുവരെ ഇവർക്ക് സാധിച്ചില്ല. അപ്പീൽ നൽകിയെത്തിയ സ്കൂളായതിനാൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ ഫലം തടഞ്ഞു വച്ചിരിക്കുകയാണെന്നാണ് ഇവർ പറയുന്നത്. അത് പബ്ലിഷ് ചെയ്തില്ലെങ്കിൽ പിള്ളേർക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടോ ഇല്ലയോ നമുക്ക് അറിയാൻ പറ്റത്തില്ല. അവിടെ നമുക്ക് സർട്ടിഫിക്കറ്റ് നമുക്ക് ഇഷ്യൂ ചെയ്യണം അവര്. അപ്പൊ ആ ഒരു പ്രശ്നമാണ്. അപ്പൊ നമ്മുടെ പിള്ളേര് ജയല്ല പിള്ളേര് കളിച്ചതിന് അവർക്കുള്ള വിധി പ്രഖ്യാപനം ശരിയായ രീതിയിൽ നടന്നിട്ടില്ല. മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടും ജില്ലാ തലത്തിൽ 2ാം സ്ഥാനമാണ് ലഭിച്ചത്. എന്നാൽ അപ്പീൽ നൽകി ഇവർ സംസ്ഥാന കലോത്സവത്തിന് എത്തുകയായിരുന്നു. ഫലമറിയാതായതോടെ വിദ്യാർത്ഥികളും ഇപ്പോൾ ദുഃഖത്തിലാണ്. ജില്ലയിൽ നിന്ന് അപ്പീൽ കൊടുത്താ കയറിയത്. അപ്പൊ ഫസ്റ്റ് കിട്ടേണ്ടതാണ്, 2 മാർക്കിനെ പോയുള്ളൂ. അപ്പം അത് ഞങ്ങൾ കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു സ്റ്റേറ്റിൽ പോയി കിട്ടുമെന്ന്. അതുപോലെ നല്ലോണം കളിച്ച് ഞങ്ങൾ നല്ല കഷ്ടപ്പാടുമുണ്ട്. അപ്പൊ സ്റ്റേറ്റിൽ പോയി കഴിഞ്ഞ് അവിടെ നല്ലോണം കളിച്ചു, എന്നിട്ടും മാർക്ക് വരാത്തപ്പോൾ നല്ല വിഷമമുണ്ട് എല്ലാവർക്കും. കോൽക്കളിയിൽ പങ്കെടുത്ത 4 ടീമുകളുടെ ഫലം ഇത്തരത്തിൽ അറിയാനുണ്ട്. കൂടാതെ അപ്പീൽ നൽകി സംസ്ഥാന കലോത്സവത്തിനെത്തിയ 532 പേരുടെ റിസൾട്ടും വന്നിട്ടില്ലെന്നാണ് വിവരം. ടോബി ജോൺസൺ, 24, കോട്ടയം.